ജിൻഡോ എന്ത്? അല്ല ജിൻഡോക്ക് എന്നോട് എന്തോ പറയാനുള്ള പോലെ പറ. എൻ്റെ പൊന്നു ലച്ചു, കുറേ നേരം ഇങ്ങനെ ഇരുന്ന് മടുത്തത് കൊണ്ട് ഒന്ന് റിലാക്സ് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് നിവർന്നുള്ളൂ. അച്ചോടാ, ഇനിയിപ്പോൾ തനിക്ക് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നിവരുന്നേ ഇല്ല. പോരെ? മീനു ദേ നോക്കിയേ, ഇവൻ എന്നോടുള്ള വഴക്ക് തീർന്നിട്ടില്ലാന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ എന്തൊക്കെ തോന്നിയ നീ അന്ന് അവനോട് പറഞ്ഞേ? പാവം അവന് വിഷമില്ലാണ്ടിരിക്കോ? ആണോ ജിൻഡോ? വിഷമായോ? എനിക്ക് അത്രയ്ക്ക് വിഷമമൊന്നുമില്ല. എന്ന് വെച്ച് വിഷമില്ലാതൊന്നുമില്ല. എന്ന് നമുക്ക് ആ വിഷമം ഇപ്പൊ തന്നെ തീർത്തളയാം. ഓ വേണ്ട. വേണം. എന്ത് ജിൻഡോ പ്ലീസ്? വേണ്ടെന്നേ. വേണം. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവാ? എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിലേ അത് അപ്പൊ തന്നെ തീർക്കണം എന്നാ. ഓ വേണ്ട. ആ ലക്കി MD ക്യാബിനിലേക്ക് വിളിക്കുന്നു. എന്താ കാര്യം? എന്താ അറിയില്ല, പുള്ളി മുട്ടൻ കലിപ്പില്ല. എന്റെ അമ്മേ. കലിപ്പില്ല? ദൈവമേ, പോയി എൻ്റെ പണി പോയി. സർ മേ ഐ? Yes, please. സർ Yeah. സാർ എന്നെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. I want to discuss one serious issue with you. ഓക്കെ സാർ. Are you free now or you have any other job? ഇല്ല, ഞാൻ ഫ്രീ ആണ്. ലക്കിക്ക് ഒരു വർക്ക് അസൈൻ ചെയ്യേണ്ടായിരുന്നു. ഓക്കെ സാർ. ലക്കിക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, നമ്മളൊരു എക്സൽ എൻ്റർടൈൻമെൻറ്റിൻ്റെ മൂവി പ്രൊമോഷനെ കുറിച്ച് സംസാരിച്ചിരുന്നു. Do you remember? ആ ഓർമ്മയുണ്ട്. സൗത്തിലെ 4 സ്റ്റേറ്റ്സിലും കൂട്ടുള്ള ഒരു 1 month പ്രൊമോഷൻ വർക്ക് അല്ലേ? Yeah. ആ സാർ എൻ്റെ കോട്ട് അയക്കണേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. യാ, എനിക്ക് ആക്ച്വലി ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്ന വർക്കാണ്. അതിലെന്തായാലും കുറച്ച് വർക്ക് നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്യേണ്ടി വരുമായിരുന്നു. പക്ഷേങ്കിൽ ഞാൻ അതനുസരിച്ച് കോട്ട കൊടുത്തിരുന്നത്. ഓക്കെ. പക്ഷെ വർക്ക് നമ്മുടെ നിന്ന് പോയി. അയ്യോ, എന്താ റീസൺ സാർ? നമ്മൾ കൊടുത്തിരുന്ന കോട്ട് ആക്ച്വലി 5 crore ആണ്. എക്സാക്ട്ലി 50K. ദാറ്റ് മീൻസ് 4,99,50,000 rupees-ന് ആ പ്രൊജക്റ്റ് OXY ഗ്രൂപ്പ് എടുത്തു. ഹൗ? ഓ മൈ ഗോഡ്. സാർ എന്താ ഉദ്ദേശിക്കണേ? യു ജസ്റ്റ് തിങ്ക്. യു മീൻ സ്പൈ? യെസ്, യു സെഡ് ഇറ്റ്. ഐ വാണ്ട് ദാറ്റ് പേഴ്സൺ. യെസ് സർ, ഞാൻ കണ്ടുപിടിക്കും സാർ. സാർ എനിക്ക് ഒരു 24 hours ടൈം തന്നാൽ മതി. അയാളെ ഞാൻ സാറിന്റെ മുന്നിൽ തൂക്കിയെടുത്ത് കൊണ്ടുവരും. എനിക്കറിയാം ദാറ്റ് യു ക്യാൻ ഡു ഇറ്റ്. അതുകൊണ്ട് ലക്കിയെ പണി ഏൽപ്പിച്ചത്. താങ്ക് യു സർ. യു ക്യാൻ ടേക്ക് യുവർ ഓൺ ടൈം, ബട്ട് ഐ നീഡ് ദാറ്റ് ബ്ലാക്ക് ഷീപ്പ്. കൊണ്ടുവരൂ സാർ, തീർച്ചയായിട്ടും കൊണ്ടുവരൂ. ഓക്കെ? ഓക്കെ സാർ. യു ക്യാൻ ഗോ നൗ. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. സാമേ, ഹായ്. ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാ. ഹായ്. എന്നാ പിന്നെ ഞാൻ പോകട്ടെ. നിക്ക്, കുറച്ച് സമയം സംസാരിച്ചിട്ട് പോവാം. അത് കുഴപ്പമില്ല, പിന്നീട് എപ്പോഴെങ്കിലും ആവാം. എന്തെങ്കിലും അത്യാവശ്യം വർക്ക് ഉണ്ടോ? ഡെലിവറി. ആളീ കാണുന്ന പോലൊന്നല്ല കേട്ടോ, ഭയങ്കര ബുദ്ധിയാ. സാമേ ഒരു മിനിറ്റ്, സോറി. എടി ഒന്ന് സംസാരിക്കും. ആൻറ്റി, ഹലോ. എന്തെങ്കിലും പണി കൊടുത്തോളൂ. സാമേ, സാമിന് ഗേൾ ഫ്രണ്ട് ഉണ്ടോ? ഇല്ല. അതെന്താ ഇല്ലാത്ത? ഒന്നുമില്ല. ആക്ച്വലി അഞ്ജു സാമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തൊട്ട് വിചാരിക്കാം സാമിനൊന്ന് കാണാൻ. എന്തിനാ? അഞ്ജു പറഞ്ഞ കറക്റ്റ് ആട്ടോ. യു ലുക്ക് സോ ക്യൂട്ട്. താങ്ക് യു. വെറുതെ അല്ല, അഞ്ജുവിന് സാമിനെ ഇത്ര ഇഷ്ടമായ. വാട്ട്? ആദ്യം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചില്ല ലേഡി. അതെ അതെ, പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. നിങ്ങളിത് എന്തൊക്കെയാ പറയണത്? ഞാനും അഞ്ജു തമ്മിൽ അങ്ങനെയൊന്നുമില്ല. ചുമ്മാ പറയരുത് സാം, ഞങ്ങൾക്കറിയാം നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. എന്നെ എന്തിനാ ഇഷ്ടപ്പെടുന്നത്? ഇതൊക്കെ ആരുടെങ്കിലും കൺട്രോളിൽ സംഭവിക്കുന്ന കാര്യമാണ് സാം. ഇതൊക്കെ സംഭവിച്ചു പോകുന്നല്ലേ. സത്യം പറഞ്ഞാൽ കുറച്ച് സമയത്തിനുള്ളിൽ എനിക്ക് തന്നെ സാമിനെ ഒത്തിരി ഇഷ്ടമായി. എന്തൊക്കെ? സാം, ഐ ലവ് യു. സാം ഇങ്ങനെ പേടിക്കുന്ന എന്തിനാ? ഞാൻ സമ്മതിക്കില്ല. സാം ഇങ്ങനെ വിൽക്കുന്നത് എന്തിനാ? ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ ധൈര്യമായിട്ടല്ലേ കാര്യങ്ങൾ സംസാരിക്കേണ്ടത്. ഇങ്ങനെ വിൽക്കിയാലോ?
ആരോട് സംസാരിക്കാൻ? എനിക്ക് ആരോടും സംസാരിക്കാനൊന്നുമില്ല. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല സാം. അഞ്ജു അവളുടെ വീട്ടിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇന്ന് ഈവനിങ് ഫ്ലൈറ്റിൽ അവളുടെ പപ്പ വരും നിങ്ങളെ കാണാൻ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റിലാക്കണ്ടേ? വേണ്ട, ഞാൻ പോവാ. എന്താ സാം, എന്താ പറ്റി? ഇല്ല അഞ്ജു, ഒന്നുമില്ല. അഞ്ജു അത് അല്ല, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ഞാൻ പിന്നെ സാം വൈകിട്ട് ഫ്രീ ആണോ? എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഇല്ല അഞ്ജു, എനിക്കൊന്നും പറയാനില്ല. ഓക്കെ. അതെ സാം, ഈവനിങ് ഞങ്ങളിവിടെ കാണും കേട്ടോ. എനിക്കൊരു ഉത്തരം വേണം. എന്താടി, എന്താ ഒപ്പിച്ചത്? ഒന്നുമില്ല. എന്താന്ന് പറ. വേണ്ട പറയണ്ട. ഇതെന്താ കിട്ടാത്ത? മീനു മീനു മീനു, നീ ചുമ്മാരി, ഞാൻ നല്ല മൂഡിലല്ല. മൂഡിലല്ലേ? എന്താ കാര്യം? ഒന്നുമില്ല. എന്നാ ലാപ്ടോപ്പ് വന്നാ എനിക്ക് ഇത് മേലെ ചെക്ക് ചെയ്യണം. എൻ്റെ ലാപ്ടോപ്പ് കേടാ. തന്നെ ചുമ്മാരിക്ക് വേണമെങ്കിൽ വേറെ പണിയുണ്ട്. മീനു എന്താ മീനു ഇങ്ങനെ ദേഷ്യപ്പെടുന്നു? സത്യം പറ. 3 ദിവസമായിട്ട് ഉറക്കൊഴിച്ച പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കിയ MDക്ക് കൊണ്ടുകൊടുത്തപ്പോൾ അങ്ങേര് ഒരു നല്ല വാക്ക് ഞേഹേ, അതിന് പകരം അയാൾ എന്നെ 5 മിനിറ്റ് കൂടുമ്പോൾ വിളിച്ച് തെറി പറയും. ആ ഫൈനാൻസ് ടീം സമയത്തിന് കോസ്റ്റ് ഓഫ് എലമെന്റ് കൊടുക്കാത്ത ഇപ്പം എൻ്റെ കുറ്റായി. അവർ റിപ്പോർട്ട് തരുന്നതിനനുസരിച്ചല്ലേ എനിക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങേരുടെ എന്തോ മനസ്സിൽ വെച്ച് പറയണ പോലെ അങ്ങേര്. അങ്ങേരുടെ വർക്ക് പോയിന് ഞാൻ എന്ത് ചെയ്യാനാ? അത് നീയും അറിഞ്ഞാ? അത് ഇവിടെ എല്ലാവർക്കും അറിയാം. നീ ആയിരിക്കും അവസാനമായിട്ട് അറിഞ്ഞത്. MD എന്നാ എന്നോട് സീക്രട്ട് ആയിട്ട് ഡീൽ ചെയ്യണമെന്നാണല്ലോ പറഞ്ഞേ. എന്ത് സീക്രട്ട്? ഒന്നുമില്ല. എന്തെങ്കിലും ആവട്ടെ. എനിക്ക് ഇവിടെ അടിമയെ പോലെ പണിയെടുക്കാൻ ഇനി വയ്യ. ഞാൻ ഈ ജോലി റിസൈൻ ചെയ്യാൻ പോവാ. വേറെ കമ്പനിയൊന്നും ഇല്ലാത്ത പോലെ ഈ നാട്ടിൽ. എൻ്റെ മീനു, നീ ഇങ്ങനെ തൊട്ടേനെ പിടിച്ചാനൊക്കെ റിസൈൻ ചെയ്യാന്ന് പറഞ്ഞാ അത് എവിടെ ചെന്ന് അവസാനിക്കാനാ? നീ ഒന്ന് കൂളായാ? ഇതാര്, മിസ് കൂളോ? അയ്യ, കൂളാവാൻ പറഞ്ഞ ഒരു ഐറ്റം. മീൻ, ഞാനൊന്ന് കറങ്ങിയിട്ട് വരാട്ടാ. പോടാ. അവൻ പെർമിഷനൊക്കെ എടുത്ത് തരാന്ന് പറഞ്ഞാണ്. പിന്നെ ഞാൻ പേടിച്ചിട്ട് ചെയ്യായിരുന്നു. എന്തൊക്കെ ടൈപ്പ് മനുഷ്യരല്ലേ? അതോടെ നീ കോൺസെപ്റ്റ് എന്തായി അത് പറ. യെസ്, അതായത് ആകാശ നീലിമ, ഹെലികോപ്റ്ററിന്റെ ഉൾവശം. ഹെലികോപ്റ്ററാ? നീ ഒന്ന് കേക്ക്. പറ. ചെറുക്കനും പെണ്ണും ഹെലികോപ്റ്ററിൽ നിന്ന് ചാടുന്നു, സ്കൈ ഡൈവിങ്. അവരാകാശത്ത് ഇങ്ങനെ പറന്ന് നടക്കണം. അവർ കൈകൾ കൂട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ പറ്റുന്നില്ല. അവർ താഴോട്ട് വീഴുന്നു. രണ്ടുപേരും പാരച്യൂട്ട് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്നു, പക്ഷെ ചെറുക്കൻ്റെ പാരച്യൂട്ട് മാത്രമേ ഓപ്പൺ ആവുന്നുള്ളൂ. അവൻ പെണ്ണിനെ ഇങ്ങനെ മാറോട് ചേർത്ത് പിടിക്കുന്നു. എന്നിട്ട് അവർ രണ്ടുപേരും ഒറ്റ പാരച്യൂട്ടിൽ പറന്ന് താഴെ ഇറങ്ങുകയാണ്. അപ്പൊ നിന്റെ ടൈറ്റിൽ വരുന്നു സേവ് ദ ഡേറ്റ്. അടിപൊളി. ഇതിന് സേവ് ദ ഡേറ്റ് എന്നിടണ്ടാ, ആദരാഞ്ജലികൾ എന്നിടാം. എങ്ങനെയുണ്ട്? ഇതാണോ 2 ദിവസം കൊണ്ട് എഴുതി ഉണ്ടാക്കിയത്? അല്ല, നീയെല്ലാം ഭയങ്കര വെറൈറ്റി ആയിട്ട് വേണം. അല്ല, ഇതിനിപ്പോ എന്താണ് ഒരു കുഴപ്പം? വെറൈറ്റി നിന്റെ വെറൈറ്റി ആയിട്ട് പട്ടി ഒരു ഓരിട്ട് തുടങ്ങി. എടേ, പട്ടികളെ കൊണ്ട് വലിയ ശല്യട്ടാ ഇപ്പോ. പട്ടികളെ കാരണം ബാക്കിയുള്ളവർക്ക് ജോഗിന് പോലും പോകാൻ പറ്റുന്നില്ല. അതിന് നീ എപ്പോഴും ജോഗിങ്ങിന് പോയത്? ഞാനല്ല, ഇനിയാ ബാക്കിയുള്ളവരെന്നല്ലേ പറഞ്ഞത്. എടാ, ഇത് പട്ടി ഓരിടുന്നല്ല, ഇത് മറ്റേ പാത്രം കച്ചവടം ചെയ്യുന്ന ആൾക്കാരില്ല, അവര് പോകുന്നതാണ്. അവര് ഓലിയിടൂ? എടാ, ഈ ശബ്ദം അകത്തുനിന്നല്ലേ കേൾക്കുന്നത്? ദൈവമേ, അവരകത്ത് കയറിയ. എടാ, നീ ഒന്ന് ചെന്ന് പറഞ്ഞേ പാത്രം ഒന്നും വേണ്ടെന്ന്. പോയി പറഞ്ഞേ. ഇവിടെ ഉള്ള പാത്രം കഴുകാൻ മനുഷ്യനെ കൂടെ വരുന്നില്ല. അപ്പോഴാണ് അമ്മയുടെ പാത്രം. എടാ, അവരോടൊന്നും ഒച്ച ഉണ്ടാക്കാതിരിക്കാൻ പറയടാ. എടാ, നീ വന്ന് ഒരു കാര്യം കാണിച്ചു. എന്താടാ? വേഗം വാങ്ങണം. ഇതെന്ത് പ്രാന്താണ്? ആർക്കറിയാം, എല്ലാവരും കമ്പിപ്പാര വെച്ച് തലക്കടിച്ചായിരിക്കും. ഇതെന്ത് ശല്യമാണ്? എടാ, ഒന്ന് നിർത്താവോ? എടാ, അവന്റെ ഭാഗത്ത് പിടിക്കണം. എടാ, നിനക്ക് എന്തിന്റെ പ്രാന്താടാ? പറടാ. എന്ത് പറ. എടാ, കൈ എടുക്ക, എന്തോ പറയാൻ വരുന്നുണ്ട്. വോയിസ് എക്സസൈസ് എടുത്തോണ്ടിരിക്കായിരുന്നു. വോയിസ് എക്സസൈസാ? നീ എന്താ ഗാനമേളക്ക് വല്ലതും പോകുന്നു? വിക്കിന് വേണ്ടി. വിക്കിന് വേണ്ടിയാ? അതിനൊരു ഓൾറെഡി വിക്കില്ലേ? വിക്ക് മാറാൻ വേണ്ടി. എടാ,
ഞങ്ങൾ ഇവിടെ ഒരു പണിയിലാണ്, നീ ശല്യം ചെയ്യാൻ നിൽക്കരുത്. നാളെ ഒരു ക്ലയന്റിന് ഒരു കോൺസെപ്റ്റ് കൊടുക്കാനുള്ളതാണ്. ഇവൻ കാരണം ഇപ്പൊ തന്നെ 2 ദിവസം വെറുതെ പോയി. ഇനി നീയും കൂടി തുടങ്ങാൻ നിൽക്കരുത്. എനിക്കിന്ന് വൈകുന്നേരത്തിനുള്ളിൽ കോൺസെപ്റ്റ് വേണം. തന്നിരിക്കും. സാമേ, നിനക്ക് അത്ര അത്യാവശ്യമായിട്ട് എക്സസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ ടോയ്ലറ്റിൽ പോയി എക്സസൈസ് ചെയ്തോ, അതും അടച്ചിട്ടിട്ട്. കക്കൂസ് ജിം. ആ പോ. 50,000 രൂപ കൊടുക്കണം, പിന്നെ ഒരു 25,000 റുപ്പിക്കണം. ഇത് എന്ത് കൊട്ടേഷൻ, ഞാൻ എന്ത് യോ. ജിന്റെ എവിടെ പോവാടാ? അതെ, ഞാൻ എൻ്റെ സീറ്റ് പോയിരിക്കട്ടെ. എന്താ ഈ സീറ്റിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാ? അന്ന് അവിടെ ഇരുന്നാ മതി. അതെ, എനിക്ക് പോയിട്ട് കുറച്ച് പണിയുണ്ട്. അവിടെ ഇരുന്നാ മതിടാ. നിനക്ക് IP സെക്ഷൻ 420 എന്താണെന്നറിയോ? 420യാ? ആരോടെങ്കിലും ചോദിച്ചിട്ട് പറഞ്ഞു തന്നാ മതിയാ? ഇല്ലെങ്കിൽ ഗൂഗിൾ നോക്കി പറഞ്ഞുതരാ. വേണ്ട, മോൻ ബുദ്ധിമുട്ടണ്ട, ഞാൻ പറഞ്ഞുതരാം. ദ സെക്ഷൻ വിച്ച് ഈസ് ഡീലിംഗ് വിത്ത് ചീറ്റിംഗ് ആൻഡ് ഡിസ്ഹോണസ്റ്റി. ചീറ്റിംഗ്, വഞ്ചന. യെസ്. ശിക്ഷ എന്താണെന്നറിയോ? 7 വർഷം വരെ തടവും പിഴയും. അതെ. അല്ല ലക്ഷ്മി, ലക്ഷ്മിനെ ആരെങ്കിലും വഞ്ചിച്ചാ? ചെക്ക, നീ അധികം പൊട്ടം കളിക്കല്ലേ, നിന്റെ മൂക്കിടിച്ച് പരത്തും ഞാൻ. ഞാനെന്ത് ചെയ്ത്? നീയല്ല അവൻ. അവനാ? ആ, ആര്? ചാരൻ. ചാരനാ? ആ, ലക്ഷ്മി, ഞാനാ ജിൻഡോ കൂട്ടൻ. നീയല്ലടാ നമ്മുടെ വർക്ക് കൊട്ടേഷൻ ഓക്സി ഗ്രൂപ്പിന് അയച്ചു കൊടുത്ത ചാരൻ. ഏത് ഓക്സി ഗ്രൂപ്പ്, എന്ത് കൊട്ടേഷൻ? നീ എന്ത് തേങ്ങ പറഞ്ഞ? ആ ഫിലിം പ്രൊമോഷന്റെ വർക്ക്. ഏത് ഫിലിം പ്രൊമോഷൻ, ഏത് വർക്കിന്റെ കാര്യം നീ പറഞ്ഞ? ഡാ, നീ അപ്പൊ ഈ ഓഫീസിലല്ലേ വർക്ക് ചെയ്യണ്? നിനക്ക് മെയിലൊന്നും വന്നില്ലേ? അതെ, കഴിഞ്ഞ 4 മാസമായിട്ട് ഞാൻ ഓഫീഷ്യൽ മെയിൽ തുറന്നു നോക്കിയിട്ടില്ല. എന്താ? പാസ്വേഡ് മറന്നുപോയി. നീയൊക്കെ എന്ത് ദുരന്താടാ. ഞാൻ എംഡിയോട് പറഞ്ഞു. ലക്ഷ്മി പറയരുത്, എംഡിയോട് പറഞ്ഞ ജോലി കളയരുത്. വീട് പണി നടന്നുകൊണ്ടിരിക്കുക, മണൽ വാങ്ങാൻ കാശില്ലാത്തോണ്ട് വീട് പണി നിർത്തി വെച്ചേക്കുക. ദൈവം തന്നെ ഇവിടുത്തെ പറഞ്ഞു വിടരുത് പ്ലീസ്. കരച്ചില് നിർത്തടാ, ഇങ്ങനെ കരയിലടാ പൊട്ടാ.